ഹലോ, ഇനി നമ്മൾ മുന്തിരിത്തോട്ടം കാണാനായിട്ട് പോവാണ് കേട്ടോ. സൂര്യകാന്തി തോട്ടത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. നമ്മളന്ന് ഗുണ്ടൽപേട്ട് പോയപ്പോൾ സൂര്യകാന്തിപ്പാടവും മുന്തിരിത്തോട്ടം ഒരു ആമ്പൽക്കുളവും കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് നമുക്ക് കിടക്കാനായിട്ട് ഒരാൾക്ക് 25 രൂപ വീതമാണ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കിയാലോ. കണ്ടോ, എന്ത് രസമാണല്ലേ. നമ്മൾ കുറേ മുന്തിരിയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. മുന്തിരിയൊക്കെ ഇതേ പഴുത്ത് നല്ല പാകമായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ഇങ്ങനെ പഴുത്ത മുന്തിരിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരും കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നത്, പക്ഷെ നമുക്ക് പറിക്കാനോ കഴിക്കാനോ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോ എടുത്തു. നല്ല രസമായിരുന്നു. ഇന്ന് പിന്നെ അധികം തിരക്കുമില്ല, മഴയുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം നന്നായിട്ട് കാണാനൊക്കെ പറ്റി. തിരക്കൊന്നും ഇല്ലാതെ കാണാൻ പറ്റി. എന്ത് ഭംഗിയാ നോക്ക്, നല്ല വൃത്തിയുണ്ട് കേട്ടോ. ചപ്പ് ചവറുകളോ ഒന്നുമില്ല ചുവട്ടിൽ. എല്ലാം ഈ മുന്തിരി പഴുത്ത് താഴെ വീഴില്ലേ, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമല്ലേ മുന്തിരിത്തോട്ടം കാണാൻ. അപ്പോൾ ഞങ്ങൾ മുന്തിരിത്തോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ മുന്തിരിത്തോട്ടത്തിന് തൊട്ട് മുൻപ് തന്നെ ഇവിടെ ഒരു ക്വാർട്ടേഴ്സൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. ആ ക്വാർട്ടേഴ്സിൻ്റെ ഒക്കെ പുറകിലായിട്ട് ഇത് ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഒന്ന് ഇവിടെ ചെണ്ടുമല്ലിപ്പൂ നട്ടിട്ടുണ്ട്, പക്ഷെ ഒക്കെ കരിഞ്ഞിരിക്കും. അപ്പോൾ എന്തായാലും മുന്തിരിത്തോട്ടം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ ആമ്പൽക്കുളം കാണാനായിട്ട് പോവാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.